ഹായ്, ഇംഗ്ലീഷ് ചർച്ചാവേദിയുടെ 18ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ച് സംസാരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാൽ, ഷുഡ് എന്നീ രണ്ട് മോഡൽസിനെ കുറിച്ചാണ്. രണ്ടും നമുക്കറിയാം, ഫ്യൂച്ചർ ഭാവി കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി വെർബിനോടൊപ്പം ഉപയോഗിക്കുന്ന മോഡൽസ് ആണ് വില്ല്, ഷാൽ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അനുസരിച്ച് നമ്മൾ അതാണല്ലോ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. നമ്മൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി ഗ്രാമർ പഠിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ പഠിക്കാറുള്ളത്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് എന്നീ യൂണിവേഴ്സിറ്റികളുടെ മാതൃക അല്ലെങ്കിൽ മാതൃകാ ഗ്രാമർ, മാതൃകാ വ്യാകരണമാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. അതനുസരിച്ച് വിൽ, ഷാൽ ഇവ രണ്ടും ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി കാലത്തെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വെർബിനോടൊപ്പം ഉപയോഗിക്കുന്നവയാണ്. വിൽ എന്നുള്ളത് പൊതുവെ സിംഗുലറും ഷാൽ എന്നുള്ളത് പ്ലൂറലുമായിട്ടാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ ഐ, വി എന്നിവയോടൊപ്പം വിൽ എന്നും ഷാൽ എന്നും ചേർക്കാറുണ്ട്. എന്താണ് അവ അങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഐ വിൽ ഗോ ടു സീ ഹിം. ഞാൻ അവനെ കാണാൻ പോകും. അതൊരു ഡിറ്റർമിനേഷനാണ്, ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത് ഐ വിൽ ഗോ ടു സീ ഹിം എന്ന് തന്നെയാണ്. ഐ ഷാൽ ഗോ ടു സീ ഹിം. ഞാൻ അവനെ കാണാൻ പോകാം. അതൊരു ഉറച്ച തീരുമാനമല്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഷാൽ എന്ന് ഉപയോഗിക്കാം. അതാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, അതായത് ഐ, വി എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വില്ലെന്നും ഷാലെന്നും ഉപയോഗിക്കേണ്ട വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ടാവും. അതായത് വില്ല് ഉപയോഗിക്കുമ്പോൾ പൊതുവെ ഡിറ്റർമൈൻഡ്, ഒരു തീരുമാനം, നമ്മൾ ഉറച്ച തീരുമാനത്തെ സൂചിപ്പിക്കാൻ വില്ല് ഉപയോഗിക്കുന്നു. ഷാൽ അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഫ്യൂച്ചർ. ഐ ഷാൽ ഗോ ടു സീ ദ ഫിലിം. ഞാൻ ആ സിനിമ കാണാൻ പോകും എന്ന് പറഞ്ഞാൽ അത്ര തീരുമാനമല്ല. ഐ വിൽ എന്ന് പറയുമ്പോൾ ഞാൻ അത് കാണാൻ പോയിരിക്കും, പോകും എന്ന ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നിയമപരമായ കോൺട്രാക്റ്റുകൾ, എഗ്രിമെന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സെന്റൻസുകൾ എഴുതുമ്പോൾ ഷാൽ എന്നുള്ളതിന് പ്രത്യേക അർത്ഥമുണ്ട്. അതായത് ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നിശ്ചിതമായിട്ടൊരു കാര്യം ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇനി ഉണ്ടാവുക എന്നൊക്കെ തീർച്ചപ്പെടുത്തി, അങ്ങനെ ഒരു ഉത്തരവ് പോലെ ഇനി അങ്ങനെയായിരിക്കും ഈ കമ്പനി അറിയപ്പെടുക. എക്സാമ്പിൾ, ദ കമ്പനി ഷാൽ മീൻ ദ ABC കമ്പനി ലിമിറ്റഡ്. ഇനി അങ്ങോട്ട് കമ്പനി എന്ന വാക്കുകൊണ്ട് ABC കമ്പനി ലിമിറ്റഡ് എന്ന ആ കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെയാണ്. അപ്പൊ സാധാരണ ലീഗൽ കോൺട്രാക്റ്റുകൾ, നിയമപരമായ കോൺട്രാക്റ്റുകൾ, എഗ്രിമെന്റിലൊക്കെ ഷാൽ എന്നുള്ളത് നിർബന്ധപൂർവ്വം ഇനി അങ്ങനെയായിരിക്കും, അതാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കാനെല്ലാം ഷാലാണ് ഉപയോഗിക്കുക. അവിടെ പൊതുവെ വിൽ എന്നുള്ളത് ഉപയോഗിച്ച് കാണാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ ടെനന്റ് ഷാൽ പേ ദ റെന്റ് ബൈ ദ എൻഡ് ഓഫ് എവറി മന്ത്. എല്ലാ മാസാവസാനങ്ങളോടെ ടെനന്റ് കൃത്യമായി വാടക അടയ്ക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അടയ്ക്കുന്നതാണ്, നിർബന്ധമായിട്ടും അയാൾ ചെയ്യേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ചോദ്യരൂപങ്ങളിൽ ഷാൽ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു സജഷൻ, ഇതൊക്കെ കാണിക്കാൻ നമ്മൾ ഷാൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ, ഒരു സജഷനാണ്, ഞാൻ തുറക്കട്ടെ. ഷാൽ വി സ്റ്റാർട്ട് ദ മീറ്റിംഗ്, നമുക്ക് ഈ മീറ്റിംഗ് തുടങ്ങാമോ, ഒരു നിർദ്ദേശമാണ്, തുടങ്ങാമോ എന്നൊക്കെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഷാൽ എന്നുള്ള ചോദ്യരൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഷുഡ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ നിയമപ്രകാരമല്ല എങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ്, ഒരു ഒബ്ലിഗേഷനാണ്. ഞാൻ നല്ലൊരു ഉപദേശമാണ് നിങ്ങൾക്ക് തരുന്നത്. യു ഷുഡ് ക്രോസ് ദ റോഡ് ബൈ ദ സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ അത് നിയമമൊന്നുമല്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, ഞാനൊരു നിർദ്ദേശം തരികയാണ്, അതിലൂടെ ചെയ്യണേ, അത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. മറ്റിടത്ത് കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് പറ്റും, നിങ്ങൾക്ക് അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് യു ഷുഡ് ക്രോസ് ബൈ ദ സീബ്ര ലൈൻ, സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുക.
ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആണ്, ഒരു ഉപദേശമാണ് ഞാൻ നൽകുന്നത്. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഒരു ഡോക്ടർ രോഗിയെ ഉപദേശിക്കുകയാണ്. യു ഷുഡ് ഡ്രിങ്ക്, നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുക തന്നെ വേണം. ഒരു അഡ്വൈസ് ആണ്. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ, കൂടുതൽ വെള്ളം, ഷുഡ് ഡ്രിങ്ക്, കൂടുതൽ വാട്ടർ കുടിക്കുക തന്നെ വേണം. ചിൽഡ്രൻ മസ്റ്റ് ഒബേ their പാരൻസ് ആണോ? അല്ല. സ്റ്റുഡൻസ് ഷുഡ് ഒബേ their പാരൻസ്. ഒരു കടമയാണത്. ഒബ്ലിഗേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഷുഡ് എന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷ, ഒരു പോസിബിലിറ്റി, എങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. ദ ട്രെയിൻ ഷുഡ് റീച്ച് ഓർ ട്രെയിൻ ഷുഡ് അറൈവ് ഹിയർ അറ്റ് 9:30. ഒരു 9:30 ആവുന്നതോടുകൂടി ട്രെയിൻ ഇവിടെ എത്തും. അത് പ്രതീക്ഷയാണ്, ഒരു എക്സ്പെക്ടേഷൻ ആണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. കാരണം സ്ഥിരമായിട്ട് എത്തുന്ന ഒരു കാര്യമാണ്, സ്ഥിരമായിട്ട് എത്തുന്ന ട്രെയിനാണ്, അത് 9:30 തന്നെ എത്തും. ദ ട്രെയിൻ ഷുഡ് അറൈവ് ഹിയർ, ഈ ട്രെയിൻ 9:30 തന്നെ ഇവിടെ എത്തും, എത്തേണ്ടതാണ്, എത്തും എന്ന ആ രീതിയിൽ നമ്മൾ മറ്റൊരാളോട് പറയുന്ന സമയത്ത് ഷുഡ് ഉപയോഗിക്കാറുണ്ട്. വാട്ട് ഷുഡ് ഐ ഡു ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്? അത്തരം പരിസ്ഥിതികളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സജഷൻ ചോദിക്കുകയാണ്, ഒരു നിർദ്ദേശം ചോദിക്കുകയാണ്. അപ്പോഴും വാട്ട് ഷുഡ് ഐ ഡു ഇൻ സച്ച് എ സർക്കംസ്റ്റാൻസ്? അത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉപദേശം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇതേ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്ത എപ്പിസോഡിൽ മസ്റ്റ് എന്നുള്ള ഓക്സിലറി വെർബിന്റെ ഉപയോഗവും മസ്റ്റ് എന്ന ഏകദേശാർത്ഥം വരുന്ന അല്ലെങ്കിൽ ആ അർത്ഥം വരുന്ന മറ്റ് ഓക്സിലറികൾ ഏതൊക്കെയാണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും വിടാം.